നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങളുടെ കോമ്പറ്റീറ്ററെ അറിയത്തില്ല എങ്കിൽ ഈ യുദ്ധം നമ്മൾ വല്ലപ്പോഴും ജയിക്കും, പലപ്പോഴും തോക്കും. നിങ്ങൾക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ ശത്രുവിനെ അറിയത്തില്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധത്തിന് പോയാൽ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ജയിക്കും. നിങ്ങൾക്ക് നിങ്ങളെയും അറിയത്തില്ല, നിങ്ങളുടെ ശത്രുവിനെയും അറിയത്തില്ല എങ്കിൽ എല്ലാ യുദ്ധവും നിങ്ങൾ തോൽക്കും. അതേസമയം നമുക്ക് നമ്മളെയും അറിയാം, നമ്മുടെ ശത്രുവിനെയും ഇൻഡെപ്ത് അറിയാമെങ്കിൽ എല്ലാ യുദ്ധവും നമുക്ക് ജയിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഈ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ഇവർക്കൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല? റീസൺ ഈസ്, ഞാൻ ഇവരുടെ എല്ലാവരുടെയും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരാരും ഇന്ന് വരെ എൻ്റെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് കൃത്യമായി അറിയാം ഇവരേതൊക്കെ ബുക്ക് വായിക്കുന്നു, ഏതൊക്കെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, എവിടെയൊക്കെ പോയി പഠിക്കുന്നു എന്നെനിക്ക് കൃത്യമായി അറിയാം. പക്ഷേ എന്നെക്കുറിച്ച് ഞാൻ എപ്പോൾ എഴുന്നേക്കുന്നെന്നോ, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നെന്നോ, ഞാൻ ആരൊക്കെയായിട്ട് സഹകരിക്കുന്നെന്നോ ഒന്നും പഠിക്കാൻ ഇവരാരും മെനക്കെട്ടിട്ടില്ല, എൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ടു ബീറ്റ് യുവർ എനിമി, ജസ്റ്റ് നോ യുവർ എനിമി. ആ ശത്രുവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രം മതി. ഏത് കോമ്പറ്റീറ്ററെയും തോൽപ്പിക്കാൻ അവനെക്കുറിച്ച് പഠിക്കുക മാത്രം ചെയ്താൽ മതി. അവരെങ്ങനെയാണ് പ്രൈസ് ഇടുന്നത്, അവരെങ്ങനെയാണ്, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അവരെങ്ങനെയാണ് സ്റ്റാഫിനെ എടുക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എവിടെ പോയാണ് അവർ പഠിക്കുന്നത്, എന്തൊക്കെയാണ് അവർ വായിക്കുന്നത്, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെങ്കിൽ ഏത് ശത്രുവിനെയും തോൽപ്പിക്കാം. ബിസിനസ്സിന് ഇനി വിജയിക്കാൻ വേണ്ട മന്ത്രം എന്താണെന്നറിയോ? ലേൺ ഫ്രം യുവർ എനിമി. അവനിൽ നിന്ന് പഠിക്കുക, അവനെക്കുറിച്ച് പഠിക്കുക. To beat your enemy, just know your enemy. നമുക്കൊരാളെ കുറിച്ച് പഠിക്കാൻ അവരെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലെന്നേ. To learn from someone, you don't need to like someone. അവനെ ഇഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല അവനെക്കുറിച്ച് പഠിക്കാൻ. സോ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇന്നിവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയി കഴിയുമ്പോൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? രണ്ട് സൈഡിലെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം വായിക്കണം. ഓരോ ഫ്ലെക്സ് ബോർഡിലും ഓരോ ഓഫറുകളാണ്. നിങ്ങൾ ചുമ്മാതെ സൂപ്പർ മാർക്കറ്റുകളിൽ പോകണം, ലുലുവിൽ പോകണം, നെസ്റ്റോയിൽ പോകണം, അവിടെ ഇട്ടിരിക്കുന്ന ഓഫർ നോക്കണം. എന്നിട്ട് ചിന്തിക്കണം, ഈ ഓഫർ എൻ്റെ ഇൻഡസ്ട്രിയിൽ എങ്ങനെ എനിക്ക് നടപ്പാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തെ വലിയ വലിയ കമ്പനികളുടെ ഈ ഓഫർ സെറ്റ് ചെയ്യുന്ന ആരാന്നറിയോ? ഭയങ്കര ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്ന ബ്രില്യൻ ബ്രെയിനുകളാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാശ് അക്കൗണ്ടിൽ കൊണ്ടിടാൻ ബാങ്കിൽ ചെല്ലുമ്പോഴേ ആരും ചോദിക്കത്തില്ല ഇത് നിന്റെ സ്വന്തം ഐഡിയക്ക് ഉണ്ടാക്കിയ കാശാണോ എന്ന് ആരും ചോദിക്കത്തില്ല. ഇത് നിന്റെ ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അടിച്ചു മാറ്റുന്നു. മോഷണം ഒരു കലയാണ്. മാസ്റ്റേഴ്സ് കോപ്പി. മാസ്റ്റേഴ്സ് എന്തെടുക്കും? കോപ്പി അടിക്കും. ലെജൻഡ്സ് സ്റ്റീൽ. അപ്പം നോക്കണം, ഓരോ മാഗസിൻ എടുത്ത് വെച്ച് നോക്കണം. മാഗസിൻ്റെ അകത്തെ വാർത്തയൊന്നും നോക്കരുത്, എല്ലാ പരസ്യവും നോക്കണം. പത്രത്തിൻ്റെ അകത്ത് എല്ലാ പരസ്യവും നോക്കണം. ഡയമണ്ടിൻ്റെ ഓഫർ, ഇതെല്ലാം എടുത്ത് നോക്കിയിട്ട് ഇതെങ്ങനെ എൻ്റെ സോളാർ ബിസിനസ്സിൽ നടപ്പാക്കാം, ഇതെങ്ങനെ എൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൽ നടപ്പാക്കാം, ഇതെങ്ങനെ എൻ്റെ ഇലക്ട്രിക്കൽ ബിസിനസ്സിൽ നടപ്പാക്കാം, ഇതെങ്ങനെ എൻ്റെ ട്രാവൽ ഏജൻസിയിൽ നടപ്പാക്കാം. എളുപ്പമാണെന്ന് ചൂണ്ടിയാൽ മതിയെന്ന്. ചൂണ്ടാൻ പഠിക്കണം.